ആചാര പാരമ്പര്യത്തിൽ മണർക്കാട് സംഘം ശബരിമല സന്നിധാനത്തെത്തി 50 പേരടങ്ങുന്ന സംഘമാണ് കോട്ടയം മണർക്കാട് ദേവീക്ഷേത്രത്തിൽ നിന്നും കെട്ടുമുറുക്കി കാനനപാത വഴി സന്നിധാനത്തെത്തിയത്. കിഴിസമർപ്പണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി മണർക്കാട് സംഘം മലയിറങ്ങി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ശബരിമല തന്ത്രിക്കും മേൽശാന്തിക്കും കാവലാളായി സന്നിധാനത്തേക്ക് എത്തിയിരുന്നതാണ് മണർക്കാട് സംഘം. വർഷത്തിലൊരിക്കൽ ശബരീശ നട തുറക്കുമ്പോൾ തന്ത്രിയെയും മേൽശാന്തിയെയും സംരക്ഷിച്ച് അകമ്പടിയായി മണർക്കാട് സംഘവും ഒപ്പമുണ്ടാകും. ഈ ആചാരം പിന്തുടർന്നാണ് മണർക്കാട് നിന്നുള്ള പിന്തലമുറക്കാർ സന്നിധാനത്തെത്തുന്നത്. പണക്കിഴി സമർപ്പണമാണ് പ്രധാന ചടങ്ങ്. ധനു 1 കെട്ടുമുറുക്കി കാനനപാത വഴി സഞ്ചരിച്ച് ഇന്ന് രാവിലെ 8 മണിയോടെ 50 അംഗ സംഘം സന്നിധാനത്തെത്തി. കാലകാലങ്ങളിൽ മുടങ്ങിക്കിടന്നൊരു ചടങ്ങായിരുന്നു. അത് ഞങ്ങളൊരു 30 വർഷം മുമ്പ് അതൊരു പ്രശ്നവിധി പ്രകാരം ഞങ്ങളത് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 30 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ഇപ്പം 50 പേരാണ് ചടങ്ങ്, 50 പേരായിട്ടുള്ള ഒരു സംഘമാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുമ്പോൾ ഇത് സോപാനപ്പടിയിൽ നട തുറക്കുമ്പോൾ സോപാനപ്പടിയിൽ ഈ പണക്കിഴി സമർപ്പിക്കുന്നതും അങ്ങനെയുള്ള ചടങ്ങാണ് ഇപ്പം നടക്കുന്നത്. 28 കരയെന്നുള്ള ഭക്തജനങ്ങളുടെ കാണിക്കയാണ് നമ്മൾ കാണിപ്പനായിട്ട് ഇവിടെ സമർപ്പിക്കുന്നത്. 28 കരകളിൽ നിന്നും ഭക്തർ സമർപ്പിച്ച പണക്കിഴി ഉച്ചപൂജയോടെ മണർക്കാട് സംഘം സോപാനത്തിൽ സമർപ്പിച്ചു. ചടങ്ങുകൾ ആചാര പാരമ്പര്യത്തിൽ പൂർത്തിയാക്കിയതിന്റെ നിർവൃതിയിൽ മണർക്കാട് സംഘത്തിന്റെ മലയിറക്കം. ജനം സന്നിധാനം.